വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററായ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ തേർഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. മുമ്പത്തേൽ നമ്മൾ ഗാൽനിക് സെല്ലാണ് പഠിച്ചത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം പഠിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ എക്വസ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ച്. അതായത് ഒരു സബ്സ്റ്റൻസ് അത് എക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറായിട്ട് ബന്ധപ്പെട്ട സൊല്യൂഷൻ, അതായത് ദ്രാവക അവസ്ഥയിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ എക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകിയ അവസ്ഥ. അപ്പോൾ ചില സബ്സ്റ്റൻസസ് അവ ഉരുകിയ അവസ്ഥയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലിരിക്കുമ്പോഴോ അവർ ഇലക്ട്രിസിറ്റിനെ അതിലൂടെ പാസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ സംഭവിച്ചിരിക്കും. അത്തരം സബ്സ്റ്റൻസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അവർക്ക് ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ ഉണ്ടായിരിക്കും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് അവിടെ ആ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ്, ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്? ആസിഡ് ഇലക്ട്രോലൈറ്റിനൊരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ബേസ് ഓർ ആൽക്കലി എന്ന് പറഞ്ഞാലും ബേസ് തന്നെയാണ് കോൺസെപ്റ്റ്. പിന്നെന്താണ്? സോൾട്ട്സ്. അപ്പം ഇത് മൂന്നുമാണ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എന്ത് മൂലമാണ് അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിലുള്ള ഫ്രീ അയോൺസ് മൂലമാണ് ഇവ ഇലക്ട്രിസിറ്റിനെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഓരോന്നും ഓരോ പോയിൻ്റായിട്ട് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഏറ്റവും നന്നായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് എന്താണ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ എന്താണ്, അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥം ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലോ അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സബ്സ്റ്റൻസിന് കെമിക്കൽ ചേഞ്ച് അവിടെ സംഭവിക്കും. ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോലൈറ്റ്. ആ പ്രോസസ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇലക്ട്രോലൈസിസ്. ആ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അതായത് ആസിഡ്, ബേസ്, സോൾട്ട്സ് എന്നിങ്ങനെ എക്സാമ്പിൾ ഉള്ള ആ ഒരു സബ്സ്റ്റൻസിനെ വിളിക്കുന്നത് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈസിസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഗാൽനിക് സെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആനോഡ് പഠിച്ചു, കാഥോഡ് പഠിച്ചു, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിന് ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഇലക്ട്രോലൈറ്റ് ആയിരിക്കും അല്ലേ? ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോലൈറ്റിക് സെല്ലായതുകൊണ്ട് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ഇനി ഒരെണ്ണം ആനോഡായിരിക്കും, ഒരു ഇലക്ട്രോഡ് കാഥോഡായിരിക്കും. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആനോഡ് എന്ന് പറഞ്ഞ ആ സംഭവം അല്ലെങ്കിൽ ആനോഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് എന്തായിരിക്കും? ഓക്സിഡേഷനാണ് നടക്കുക അല്ലേ? ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വിട്ട് കൊടുക്കുക, അതായത് പോസിറ്റീവായിട്ട് മാറാം. ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ ആ ഒരു സംഭവത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടി. ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അവിടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. ഇലക്ട്രോണെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ നമ്മൾ പുതിയൊരു ടേം പഠിക്കുകയാണ്, പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇത്രയും നമ്മൾ ഗാൽനിക് സെല്ലിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയൊരു ടേം പഠിക്കുകയാണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് ഏതാണ്? ആനോഡ്. അപ്പോൾ ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് ആനോഡാണ്. ഇനി കാഥോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഡക്ഷൻ, അതായത് ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് അത് നെഗറ്റീവായിട്ട് മാറുന്നു അല്ല? ഇലക്ട്രോണെ സ്വീകരിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറണം. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് എന്താണ്? കാഥോഡ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡുമാണ്. ഇവിടെ നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്
കാഥോഡുമാണ്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. ഇത്രയും നാൾ നമ്മൾ വീഡിയോ ചെയ്തതിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്. ഇനി 2 ടേം നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയാണ്, കാറ്റിയോൺസും ആനയോൺസും. അതായത് ഇലക്ട്രോലൈറ്റിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കാരണം ആരാ നമ്മൾ നേരത്തെ പറഞ്ഞു, അയോൺസ് ആണ് അല്ലേ. ഈ അയോൺസ് 2 രീതിയിലുണ്ട്. അതിൽ ഒരെണ്ണം കാറ്റിയോണും ഒരെണ്ണം ആനയോണാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും അയോൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ കാറ്റിയോൺ എന്ന് പറഞ്ഞത് പോസിറ്റീവ് അയോൺസിനെയാണ് കാറ്റിയോൺ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് അയോൺസിനെയാണ് ആനയോൺ എന്ന് പറയുന്നത്. ഇവിടെ തെറ്റാൻ പോകുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് അയോൺ ആനയോൺ എന്നാണ് ഇവിടെ എഴുതി വയ്ക്കും. തെറ്റാണ് കേട്ടോ. പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ആണെങ്കിൽ പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് കാറ്റിയോൺസ് ആയിരിക്കും, നേരെ റിവേഴ്സ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ട് അതിൻ്റെ റിവേഴ്സാന്ന് നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കൺഫ്യൂഷനും വരില്ല. ഇനി അടുത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസിന് വരാം. പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് കാറ്റിയോൺ. ഈ പോസിറ്റീവ് അയോൺ ഏത് ഇലക്ട്രോഡിലേക്കാണ് ആകർഷിക്കപ്പെടുക അല്ലെങ്കിൽ അവ അട്രാക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇലക്ട്രോഡിലേക്കായിരിക്കും? ഓൾറെഡി ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്കായിരിക്കും ആകർഷിക്കപ്പെടുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാറ്റിയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ആണ്. പോസിറ്റീവ് അയോൺസ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ചാർജ് എന്താവും? ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്ത് പോകും. അൺലൈക്ക് ചാർജാണ് അട്രാക്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ അത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകണം. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡും അതുപോലെ തന്നെ ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസാണ്. അപ്പോൾ അത് അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്കാണ്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് അത് അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ്. ഇതും നന്നായി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ രൂപത്തിൽ എഴുതിയതേ ഉള്ളൂ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഏതായിരിക്കും പോസിറ്റീവ് ഇലക്ട്രോഡ്? ഇലക്ട്രോഡിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പോൾ അത് ആനോഡായിരിക്കും അല്ലേ. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് ആനോഡായിരിക്കും. ഇനി നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡായിരിക്കും. കാഥോഡായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇനി നെയിം ദ പോസിറ്റീവ് അയോൺ. കണ്ട, പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ആണെങ്കിൽ അതിൻ്റെ നേരെ റിവേഴ്സ് കാറ്റിയോൺസ് നമ്മൾ എഴുതിയാൽ മതി. ഇനി നെഗറ്റീവ് അയോൺ ഏതാണ്? നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ് ആണെങ്കിൽ നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് ആനയോൺസ് ആണ്. കണ്ടോ, ഇതിൻ്റെ നേരെ റിവേഴ്സ്. അത് നന്നായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും സാധ്യതയില്ല കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതിൽ ആൻസർ കണ്ടെത്താൻ. ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. NaCl Na+ഉം Cl- ആയിട്ട് മാറുന്നു. അപ്പോൾ വിച്ച് അയേൺ ഈസ് അട്രാക്റ്റഡ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇതിൽ ഏത് അയേണാണ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. നമുക്കറിയാം പോസിറ്റീവ് ഇലക്ട്രോഡ് എന്താണെന്ന് ആദ്യം നമ്മൾ ആലോചിക്കാം. എന്താണ് പോസിറ്റീവ് ഇലക്ട്രോഡ്? ആനോഡ്. ഇനി ഇതിലേക്ക് ഏത് അയോൺസ് ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുക? നേരെ റിവേഴ്സ് ചാർജുള്ള ഒരു അയൺ, അതായത് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും ഇതിലേക്ക് ആകർഷിക്കപ്പെടുക. നെഗറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞത് ആനയോൺസ് ആണ് അല്ലേ. പോസിറ്റീവ് അയോണാണ് കാറ്റിയോൺ, നെഗറ്റീവ് അയോണാണ് ആനയോൺ. അപ്പോൾ ആനയോൺസ് ആണ്, നെഗറ്റീവ് അയോൺസ് ആയ ആനയോൺസ് ആണ് ഈ ആനോഡിലേക്ക് അഥവാ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടാം. ഇവിടെ നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് ഏതായിരിക്കും? നെഗറ്റീവ് വരുന്നത് Cl-. അപ്പോൾ ഇവിടെ ക്ലോറിനാണ് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ്? അങ്ങനെയെങ്കിൽ അതായത് നെഗറ്റീവ് അയോൺ ആയ, അതായത് ആനിയോൺ, നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞതാണ്, അയോൺ എന്ന് പറയുന്നതാണ് ആനിയോൺ. ഇത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അതായത് ആനോഡിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. എന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാം. നെഗറ്റീവ് അയോണായ ആനിയോൺ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പഠിച്ചു ആനോഡിൽ നടക്കുന്ന എന്താണ്? ഓക്സിഡേഷൻ അല്ലേ. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കണം. എവിടേക്ക് ആകർഷിക്കപ്പെട്ടോ അവിടുത്തെ നിയമമാണ് അവിടെ നടക്കുള്ളൂ. ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷനാണ്. അപ്പോൾ നെഗറ്റീവ് അയോൺ ആയാലും ഏത് അയോൺ ആയാലും ആനോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കും. അവിടെ ഇലക്ട്രോണെ വിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ചേഞ്ച് എങ്ങനെ വരുന്നത്? 2Cl- gives Cl2 +
2e നെഗറ്റീവ്. കണ്ട, ഇലക്ട്രോൺ ഇവിടെ വിട്ടു കൊടുക്കണത് കാണാണ്ട് പഠിച്ചു വെക്കുന്നുണ്ട് ഈ ഫോർമാറ്റ്. ഈ 2 ഇലക്ട്രോണെ ഇവിടെ ക്ലോറിൻ വിട്ടു കൊടുക്കണം. കണ്ട, ഈ ഓക്സിഡേഷൻ, ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് നെഗറ്റീവ് അയോൺസ് ആയ Cl- 2 ഇലക്ട്രോൺ ഇവിടെ വിട്ടുകൊടുത്തു. ഇതിനെ തന്നെ സി ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്? ആനോഡ് എന്ന് പറഞ്ഞത് ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് അയോൺസ് ആണ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യാം. ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് Cl ആണ്. അപ്പോൾ Cl ആണ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്തായിരിക്കും? ക്ലോറിൻ ആയിരിക്കും കേട്ടോ. അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ക്ലോറിൻ ആയിരിക്കും. ഇനി വിച്ച് ഈസ് ദ അയൺ അട്രാക്റ്റഡ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ്? റൈറ്റ് ദ കെമിക്കൽ ചേഞ്ച്. ഇത്തരം ക്വസ്റ്റ്യനിൽ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണെന്ന് നോക്കാം. നമുക്കറിയാം നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് കാഥോഡാണ് അല്ലേ? നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്. അപ്പോൾ പോസിറ്റീവ് അയോൺസ് ആണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുക അല്ലേ? കാഥോഡിലേക്ക് പോസിറ്റീവ് അയോൺസ് ആണ് ആകർഷിക്കപ്പെടുക. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞത് കാറ്റയോൺ ആണ് അല്ലേ? അപ്പോൾ ഈ Na+ ആണ് ഇവിടെയുള്ള പോസിറ്റീവ് അയോൺ. അപ്പോൾ ഈ സംഭവമാണ് കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുക. കാഥോഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? കാഥോഡിൽ അവിടുത്തെ നിയമേ നടക്കൂ. കാഥോഡ് എന്ന് പറഞ്ഞത് റിഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അതായത് ഇലക്ട്രോണെ മേടിക്കുന്ന സ്ഥലമാണ് ഈ കാഥോഡ് എന്ന് പറഞ്ഞത്. അങ്ങനെ റിഡക്ഷൻ നടക്കുമ്പോൾ Na+ എന്ത് ചെയ്യും? Na++ 1e നെഗറ്റീവ് ഗീവ്സ് Na. കണ്ട, ഒരു ഇലക്ട്രോണെ മേടിച്ചു. ഈ സോഡിയം ആറ്റം അല്ലെങ്കിൽ സോഡിയം അയോൺ ഒരു ഇലക്ട്രോണെ മേടിച്ചിട്ട് സോഡിയം ആറ്റമായിട്ട് മാറി. ഇലക്ട്രോണെ മേടിക്കുന്ന പ്രോസസ്സ്, കാഥോഡിൽ ഇലക്ട്രോണെ മേടിക്കുന്ന പ്രോസസ്സ് മാത്രമേ നടക്കുള്ളൂ. റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോണെ മേടിച്ചിട്ട് അത് സോഡിയം ആറ്റമായിട്ട് മാറി. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അയോൺസ് ലൈക്ക് Na+, Cl-, H3O+, OH- and H2 are present in the solution of sodium chloride. സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനിൽ ഇത്രയും അയോൺസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് വാട്ട് ആർ ദ അയോൺസ് അട്രാക്റ്റഡ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡ്? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന അയോൺസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് എന്താണ്? ആനോഡാണ്. അപ്പോൾ നെഗറ്റീവ് അയോൺസ്, അതായത് നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് ആനിയോൺസ് ആണ്. ഈ അയോൺസ് ആണ് ഈ ആനോഡിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് അയോൺ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് Cl-, ഒന്ന് OH-. ഇതായിരിക്കും ഇതിലേക്ക് പോവുക, പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് പോകുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോസിറ്റീവ് ഇലക്ട്രോഡാണ് ചോദിച്ചത്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ആർ ദ അയേൺസ് അട്രാക്റ്റഡ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ്? നമുക്കറിയാം നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് ഏതാണ്? കാഥോഡാണ് അല്ലേ? ഈ കാഥോഡിലേക്ക് പോസിറ്റീവ് അയോൺസ് ആണ് അട്രാക്റ്റ് ചെയ്യപ്പെടുക. പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് കാറ്റയോൺസ് ആണ്. ഈ സംഭവമാണ് കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുക. പോസിറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞതിൽ ഏതൊക്കെയാണ്? ഒന്ന് Na+, അതുപോലെ തന്നെ H3O+. ഇതാണ് ഇവിടുത്തെ പോസിറ്റീവ് അയോൺസ്. ഈ പോസിറ്റീവ് അയോൺസ് ആണ് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഈ ടോപ്പിക്കിൻ്റെ അവസാന ഭാഗമാണ് യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോലൈസിസ് അഥവാ യൂസസ് ഓഫ് ഇലക്ട്രോലൈസിസ്. ഇലക്ട്രോലൈസിസിൻ്റെ യൂസസ് എവിടേക്കാണ് വരുന്നതെന്ന്. ഫസ്റ്റ് ആണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അഥവാ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൻ്റെ കേസസിൽ നമുക്ക് ഇലക്ട്രോലൈസിസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് പഠിക്കണം. പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ് അഥവാ പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റീഫൈനിങ് ഓഫ് മെറ്റൽസ്. ഒരെണ്ണം കൂടിയുണ്ട്, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇത് യൂസസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്, റീഫൈനിങ് ഓഫ് മെറ്റൽസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത്
അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.